കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാവിലെ ഈ ആലയത്തിൽ കടന്നു വന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ അവസരം നൽകിത്തന്ന ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസനോടും സഭയോടുമുള്ള പ്രത്യേക നന്ദിയും ഈ സമയത്തെ അറിയിച്ചു കൊള്ളുന്നു. ഞാൻ 2 മാസം മുമ്പാണ് ഇവിടെ വന്നത്. അതിനുശേഷം പല സ്റ്റേറ്റുകളിൽ പോകാൻ കർത്താവ് ഇവിടെയാക്കി തീർത്തു. മടങ്ങി ഇവിടേക്ക് കടന്നു വന്നു. 1-ാം തീയതി ദൈവം അനുവദിച്ചാൽ ഒക്ടോബർ 1-ന് തിരിച്ച് വടക്കേ ഇന്ത്യയിലുള്ള ഹരിയാന ഫീൽഡിലേക്ക് മടങ്ങിപ്പോകണം എന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന അതിനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ വടക്കേ ഇന്ത്യയിലെ ഹിന്ദി ഭാഷ സംസാരിക്കുന്നവരുടെ മധ്യത്തിൽ നിന്നാണ് കടന്നു വന്നത്. അതുകൊണ്ട് കേരളത്തിൽ പ്രസംഗിക്കുന്നവരുടെ ചാതുര്യമില്ല. എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നതാണല്ലോ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പാട്ടിൻ്റെ 2 ലൈൻ പാടുകയാണ്. ആ പാട്ടിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: എൻ്റെ ദൈവമേ, പരിശുദ്ധ പിതാവേ, നീ ഞങ്ങളെ ഉണർത്തണമേ. ഓരോ ജീവിതങ്ങളെയും കർത്താവെ നീ സ്പർശിക്കണമേ. ഒഴിഞ്ഞു കിടക്കുന്ന പാത്രത്തെ കർത്താവെ നീ നിറയ്ക്കണമേ എന്നാണ് ആ 2 ലൈൻ പാട്ടിൻ്റെ അർത്ഥം. ഈ ഖുദാ പാക് റൂഹ് ആജ് ജുംബശ് തു കർ छूले हर जिंदगी खाली दामन भी भर छूले हर जिंदगी खाली दामन भी भर हे खुदा पाक रूह आज जुम्बश तो कर छूले हर जिंदगी खाली दामन भी भर छूले हर जिंदगी खाली दामन भी भर. കർത്താവേ, ഓരോ ജീവിതത്തെയും തൊടണമേ. ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമേ. നിൻ്റെ കൃപയാൽ നിറയ്ക്കണമേ. നീ ഞങ്ങളെ നടത്തണമേ. ഞങ്ങളെ നിറച്ച് അനുഗ്രഹിച്ചയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളോട് സംസാരിക്കണമേ. അടിയനെ കൃപയ്ക്കുള്ളിൽ നിർത്തിക്കൊള്ളണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്കിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതിൻ്റെ 6-ാം വാക്യത്തിൽ, അവൻ്റെ പുരോഹിതന്മാരിൽ മോശയും അഹരോനും അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമൂവേലും ഇവർ യഹോവയോട് അപേക്ഷിച്ചു, അവൻ അവർക്ക് ഉത്തരം അരുളി. സാധാരണക്കാരല്ല ഈ പേര് പറഞ്ഞവരെ ഭക്തന്മാരും പഴയ നിയമത്തിൽ കണ്ട വലിയ വീരന്മാരായിട്ടുള്ള ദൈവദാസന്മാരുടെ പ്രാർത്ഥനയാണ് ഇവിടെ നമ്മൾ കണ്ടത്. അവർ പ്രാർത്ഥിച്ചു, ദൈവം ഉത്തരമരുളി. ഇന്ന് നമ്മുടെ ദൈവം വലിയവരെയും ചെറിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവർ വലുതായാലും ചെറുതായിരുന്നാലും പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടി ഉണ്ട്. നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയാണ്. ഇന്ന് രാവിലെ മോശ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ബന്ധപ്പെടുത്തിയാണ് ഞാൻ അല്പസമയം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 15 വരെയുള്ള വാക്യം വായിക്കാം.
യഹോവയുടെ സിംഹാസനത്താണ്. യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയായി യുദ്ധമുണ്ടെന്ന് അവൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവം ഈ വചനം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് ശേഷം മായ്ച്ചു കളയും എന്ന് കൽപ്പിച്ചു. ഇംഗ്ലീഷിൽ, ദ ലോർഡ് സെഡ് ടു മോസസ്, റൈറ്റ് ദിസ് ഇൻ എ ബുക്ക് ആസ് എ മെമ്മോറിയൽ ആൻഡ് റിസൈറ്റ് ടു ജോഷുവ. ദൈവം മോശയോട് പറയുകയാണ്, നീ ഒരു പുസ്തകം എഴുതണം. ആ പുസ്തകം എഴുതിയിട്ട് യോശുവയെ കേൾപ്പിക്കണം. റിസൈറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യമല്ല, കൂടെ യോശുവയ്ക്ക് ഒരു ദൂത് നിനക്ക് കൊടുക്കാനുണ്ട്. ആ ദൂത് ഇതാണ്. എന്താ? കൂടെ ആ ദൂത് കേൾപ്പിക്കണം. ഇതിൻ്റെ പുറകിലുള്ള സാഹചര്യം നമുക്കറിയാമല്ലോ. അമാലേക്കിനോട് ഇസ്രായേലുമായി യുദ്ധമുണ്ടായി. എന്നാൽ യുദ്ധത്തിൽ മോശ യോശുവയോട് പറയുന്നു, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. അമാലേക്കിനോടുള്ള യദ്ധത്തിൽ മോശ തിരഞ്ഞെടുത്ത പങ്ക് യുദ്ധക്കളത്തിൽ പോകുക എന്നുള്ളതല്ല. ഞാൻ യഹോവയുടെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് കുന്നിന് മുകളിൽ കയറി ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. എന്നാൽ നീയോ യുദ്ധത്തിന് കഴിവുള്ള ആളുകളെ സെലക്ട് ചെയ്ത് നീ പോയി യുദ്ധം ചെയ്ത് അവരെ നശിപ്പിക്കണം. ഇതായിരുന്നു പറഞ്ഞത്. അപ്പോൾ മോശയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ദൈവം വിളിച്ച ദൈവദാസന്മാർ, നമ്മളെ സങ്കീർത്തനത്തിൽ വായിച്ചല്ലോ, ശമൂവേലും മോശയും, ഇങ്ങനെ ഭക്തന്മാരെ വലിയവർക്ക് കിട്ടിയിരിക്കുന്ന ശുശ്രൂഷ എന്തായിരുന്നാലും ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും വലിയ ശുശ്രൂഷ യുദ്ധക്കളത്തിൽ ഇറങ്ങി വെട്ടുക എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരിയായി ആത്മീയ യുദ്ധക്കളമുണ്ട്, പ്രാർത്ഥനയ്ക്കൊരു കളമുണ്ട്. അവിടേക്ക് കയറി ചെല്ലുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ജീവിതവും ശുശ്രൂഷയും വിജയിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് യോശുവ യുദ്ധക്കളത്തിൽ പോകുന്നു. മോശ കുന്നിൻ മുകളിൽ കയറുന്നു. താഴോട്ടുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ട്. മോശയോട് കൂടെ ഹൂറും ഹാനോനും പർവ്വതത്തിന് മുകളിൽ കയറി മോശയോട് കൂടെ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് നാം കാണുന്ന. ദൈവത്തിന് സ്തോത്രം. കുന്നിൻ്റെ മുകളിൽ പോകാൻ കാരണം ഒന്ന്, ഞാൻ വിശ്വസിക്കുന്നത് കോൺസെൻട്രേഷൻ വേണം. വടിയിലെടുക്കാൻ കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഒരു അധികാരത്തെ കാണിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്നവർ ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിച്ചിട്ടുള്ള അധികാരമുണ്ട്, അധികാരത്തെ ഉപയോഗിക്കണം. കരയുവാനൊരു സമയമുണ്ട്, കരഞ്ഞുകൊള്ളണം. എന്നാൽ പറയുവാനൊരു കാലമുണ്ട്, പറയാൻ ഒരുങ്ങിക്കൊള്ളണം. ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിലേക്ക് ചാടിപ്പോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യും. അതുകൊണ്ട് വിഷയങ്ങൾ വരുമ്പോൾ പറയാനും പ്രാർത്ഥിക്കാനും കരയാനും ഒക്കെ ഒരു സമയമുണ്ട്. അത് ചെയ്യാൻ ഒരു പീരീഡുണ്ട്. കർത്താവ് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട്. കരയാനൊരു കാലമുണ്ടെങ്കിൽ സന്തോഷിക്കാനൊരു കാലമുണ്ട്. നടുവാനൊരു കാലമുണ്ടെങ്കിൽ അത് പറിക്കുവാനൊരു കാലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവജനം അവരെത്രമാത്രം കോൺസെൻട്രേഷൻ ചെയ്യാമോ എല്ലാത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ മറുപടി ലഭിക്കും. അധികാരത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തൻ്റെ കയ്യിലെ വടി അതാണ് കാണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ അമാലേക്കിനോട് യുദ്ധം ചെയ്യാനായിട്ട് യോശുവ കടന്നു പോകുന്നു. യോശുവ യുദ്ധം ചെയ്ത് ശത്രുവിനെ തകർക്കുന്നു, ജയത്തോടുകൂടെ മടങ്ങി വരുന്നു. ഇതാണ് ഈ ഭാഗം നാം വായിച്ചത്. ജയത്തോടുകൂടി മടങ്ങി വരുമ്പോൾ അഭിമാനത്തോടു കൂടിയാണ് വരുന്നത്. ജയത്തോട് മടങ്ങി വരുമ്പോൾ ശത്രുവിനെ തോൽപ്പിച്ചു, അതുകൊണ്ടുള്ള സന്തോഷത്തോടെയാണ് വരുന്നത്. സന്തോഷത്തോടുകൂടി അഭിമാനത്തോടും ജയശ്രീലാളിയായി വരുന്ന മനുഷ്യർക്ക് എപ്പോഴും കിരീടങ്ങളുണ്ട്, എപ്പോഴും സമ്മാനങ്ങളുണ്ട്. അങ്ങനെ യോശുവ യുദ്ധം ചെയ്ത് സന്തോഷത്തോടെ അഭിമാനത്തോടെ മടങ്ങി വരുന്നു.
ആ യോശുവെ എതിരേൽപ്പാനായിട്ട് എത്രയോ ആളുകളാണ് ചെല്ലുന്നത്. എത്ര വലിയ അഭിമാനമാണ് കിട്ടുന്നത്. ഈ ഗോൾ പോസ്റ്റിൽ ചെന്ന് ഗോൾ അടിക്കുന്ന ആളാണ് മിക്കവാറും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ പുറവിൽ ഡിഫൻസായിട്ട് നിൽക്കുന്നവർക്ക് അത്ര അപ്രീഷിയേഷൻ കിട്ടാറില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് യോശുവയെ സംബന്ധിച്ചിടത്തോളം യോശുവ മുന്നേ ചെന്ന് ഗോൾ അടിച്ചു. പക്ഷേ മോശയോ പിൻപിൽ നിന്ന് ശത്രുവിൻ്റെ പോരാട്ടത്തെ തടഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടിനും ആളെ വേണം. മുന്നേ പോകാനും ആൾ വേണം, പിന്നിൽ നിന്ന് പ്രാർത്ഥിപ്പാനും ആൾ വേണം. ഞാൻ നിങ്ങളെ ഹരിയാനയിലേക്ക് ക്ഷണിക്കുകയാണ്, ജാട്ടുകാരുടെ മധ്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് വരാൻ സാധിച്ചില്ലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പല പ്രാവശ്യമായി ഷിക്കാഗോ ഷാരോൺ ചർച്ചിൽ ഞാൻ പോയി ഒരു പതിവുള്ളത് കൊണ്ട് എനിക്ക് ഇപ്രാവശ്യം മിസ് ചെയ്യാനായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം അവിടെ പോയി ഒരു ആരാധനയിൽ പങ്കെടുത്തിട്ട് വന്നു. കാരണം അവിടെയുള്ള സഭക്കാർ, ആ ചർച്ചുകാരെ ഹരിയാനയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന ഒന്നുകൂടെ കേൾക്കാൻ അങ്ങോട്ട് പോയത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവാനുവദിച്ച 1-ാം തീയതി മടങ്ങിപ്പോവുകയാണ്. എന്നാൽ അതിന് മുമ്പായിട്ട് ഈ സഭയിൽ നിന്ന് പിൻപിൽ നിന്ന് പ്രാർത്ഥിക്കാം എന്നൊരു വാക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യോശുവ മുൻപിൽ ചെന്ന് യുദ്ധം ചെയ്ത് ശത്രുവിനെ പരാജയപ്പെടുത്തി മടങ്ങി വരുന്നു. ആ മടങ്ങി വരവിൽ സന്തോഷിച്ച് അഭിമാനത്തോടുകൂടെ അത് കിരീടം ധരിക്കുവാൻ തക്കൊണ്ട് ഒരുക്കമുള്ളവനായി വരുന്നു. എന്നാൽ ദൈവം മോശയോടൊരു കാര്യം പറയുന്നുണ്ട്. അതാണ് ഇന്ന് പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നത്. എന്താ പറഞ്ഞത്? യഹോവ മോശയോട്, നീ ഇത് ഒരു പുസ്തകം എഴുതണം. അതിൽ ആ പുസ്തകം എഴുതി യോശുവയെ കേൾപ്പിക്കണം എന്ന് മലയാളത്തിൽ എഴുതിക്കുന്നത്, ഇംഗ്ലീഷിൽ റിസൈറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. കൂടെ കൂടെ കേൾപ്പിക്കുക. ഒന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം പറഞ്ഞാൽ പോരാ. എന്തോ പറയേണ്ടത്? ഒന്നാമത്, യോശുവ നീ യുദ്ധം ചെയ്തു. നീ പലപ്പോഴും യുദ്ധത്തിൽ തോൽക്കുന്നൊരവസരം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നീ ജയിച്ചൊരവസരം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നിന്റെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസാ. അവസാനം ജയത്തോടെ നീ മടങ്ങി വന്നു. അതുകൊണ്ട് യോശുവേ, നിന്നോട് പറയുവാനുള്ള ഒന്നാമത്തെ ദൂത്, നീ അവിടെ പലപ്പോഴും തോൽവിയിലേക്ക് വന്ന സമയത്ത് ഞങ്ങളോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എൻ്റെ കൈ പ്രാർത്ഥനയിൽ ക്ഷീണിക്കുമ്പോൾ, കൈ താഴുമ്പോൾ നീ തോൽക്കുന്നു. ഞാൻ പ്രാർത്ഥന ശക്തമാക്കി കഴിയുമ്പോൾ, കൈ ഉയർന്നിരിക്കുമ്പോൾ നീ ജയിക്കുന്നു. അതുകൊണ്ട് നിന്നോടൊരു ദൂതുണ്ട്. ആ ദൂത് എന്നറിയാമോ? നീ ജയിച്ചു വന്നത് നിന്റെ മിടുക്കൊണ്ട് മാത്രമല്ല, നിന്റെ മേലെ അഭിഷേകം ഉണ്ടെന്നുള്ള കാര്യമാണ്. എന്നാൽ ഇതിന് പിൻപിൽ പ്രാർത്ഥിക്കുന്ന ഒരു സംഘം ആളുകൾ പിൻപിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ നീ മറന്നു പോകല്ലേ. യോശുവയെ, നിന്നോട് കൂടെ കൂടെ പറയുവാൻ, നീ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നിന്നെ ഓർപ്പിക്കാൻ ഒരു കാര്യമുണ്ട്. നീ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മാത്രം ശക്തി അല്ല, പ്രാർത്ഥിച്ച ഒരു കൂട്ടം ആളുകൾ പിൻപിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഹരിയാനയുടെ മണ്ണിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, ആത്മാക്കളെ നേടുമ്പോൾ, അത് പ്രശ്നങ്ങളുടെ അഭിമുഖീകരിക്കുന്ന സമയത്ത് കർത്താവ് നിങ്ങളെ പിൻപിൽ നിർത്തിയിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും ഞങ്ങൾ അവിടെ ജയിക്കാൻ പോകുന്ന. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രതികൂലമുള്ള ഒരു സാഹചര്യമാണ്. ഒരു വേദപുസ്തകം കൊണ്ടു നടന്നാൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിച്ചില്ല ഇന്ത്യയിൽ അങ്ങനെ സംഭവിക്കുമെന്ന്. വേദപുസ്തകം കയ്യിലുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുക. ഒരു വേദപുസ്തകം വീട്ടിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുക. ഇങ്ങനൊരു കാലഘട്ടത്തിൽ മുൻപിൽ നിൽക്കുന്നവർക്ക് അവർക്ക് ശക്തി ആവശ്യമാണ്. എന്നാൽ പിൻപിൽ നിൽക്കുന്നവർക്ക് ഡ്യൂട്ടി ഉണ്ട്. ഇനി സഭയ്ക്ക് ആ ഡ്യൂട്ടി ഞാൻ റിമൈൻഡ് ചെയ്യുകയാണ്. യോശുവേ, നീ ജയിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാറുണ്ട്, ഇപ്പം 400 പേര് കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ ഞായറാഴ്ചയും ആരാധിക്കുന്നുണ്ട്. ഒരിക്കലും ഞാൻ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്, സപ്പോർട്ട് ചെയ്തവരുണ്ട്, കണ്ണുനീരൊഴുക്കിയവരുണ്ട്. ഇവർക്കൊക്കെ പ്രതിഫലം ദൈവം തരും. ദൈവത്തിന് സ്തോത്രം. നമുക്കൊക്കെ തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ ഒന്നിൽ മുന്നിൽ പോകാനായിരിക്കാം, അല്ലെങ്കിൽ പിൻപിന്ന് പ്രാർത്ഥിക്കാനായിരിക്കാം. എന്നാൽ പ്രതിഫലം ലഭിക്കുമ്പോൾ സകലർക്കും ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. മോശയോട് പറയുകയാണ്, ഈ പുസ്തകം എഴുതി യോശുവയുടെ കൂടെ കൂടെ കേൾപ്പിക്കണം. കാരണം മറന്നു പോകാൻ സാധ്യതയുണ്ട്. എന്താ? ഞാൻ ബലത്തോടെ മടങ്ങി വന്നു, ഞാൻ വളരെ ജയിച്ച് മടങ്ങി വന്നു എന്നുള്ള അഹങ്കാരം വരാതിരിക്കാൻ നീ കൂടെ കൂടെ പറയണം. നീ യുദ്ധം ചെയ്തപ്പോൾ പ്രാർത്ഥിച്ച ഒരു സമൂഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനായിരിക്കുന്ന സ്ഥലത്തെ ഹരിയാനയിലെ ന്യൂസിലൻഡിൽ നിന്നൊരു കാലത്തെ ആളുകൾ വന്ന് സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. ഞാൻ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നോട് പ്രവർത്തിക്കാനായി വന്ന ചില സഹോദരിമാരുണ്ട്. ഹിന്ദി അറിയത്തില്ലായിരുന്നു. അവർ ഗ്രാമങ്ങളിൽ താമസിച്ച് അവരൊറ്റ കാര്യം, മുട്ടമെതിക്കുക കരയുക, മുട്ടമെതിക്കുക കരയുക. ഹിന്ദി അറിയത്തില്ല, അവർക്കൊരു ഭാഷ അറിയാം.
രാവിലെ പാസ്റ്റർ പറഞ്ഞ പോലെ ഒരു ഭാഷയുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരു ഭാഷയുണ്ട്. ആ സഹോദരിമാർ മുട്ടുമെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ദേശത്ത് ഏറ്റവും കൂടുതൽ സഭകൾ ഉള്ളത് ആ ദേശത്താണ്, ആ ഏരിയയിൽ. എവിടാ ഈ സഹോദരിമാർ, ഭാഷ അറിയാത്ത സഹോദരിമാർ ആ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ച ഭാഷയാണ് ദൈവം പ്രവർത്തിച്ച. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മോശയിൽ കൂടെ യോശുവായിക്കുള്ള ദൂത്, യോശുവയെ പ്രാർത്ഥിച്ച ഒരു ഗ്രൂപ്പ് പിൻപിലുണ്ടായിരുന്നു. ആ പ്രാർത്ഥിച്ച ഗ്രൂപ്പിൽ ഹൂറും ഹാറൂനും മോശയെ സപ്പോർട്ട് ചെയ്തിട്ട് വായിക്കുന്നുണ്ട്. അത് ഞാൻ വിചാരിക്കുന്ന മോശ ഉയരത്തിൽ കൈ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ചു, എന്നാൽ കൈ താണു. അപ്പോൾ ആ സമയത്താണ് ഹൂറു ഹാറൂനും ഇടത്ത് വലത്തുനിന്ന് സപ്പോർട്ട് ചെയ്തത്. അതിന് മുമ്പേ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലോ? ഈ ഹൂറും ഹാറൂനും കൂടെ പ്രാർത്ഥിക്കാൻ പോയതാ കേട്ടോ. പ്രാർത്ഥനയ്ക്ക് എല്ലാവർക്കും ഒരു പക്ഷേ ആ വിളി വന്നെന്ന് വരികയില്ല. എന്നാൽ കൂടെ നിന്നാൽ, ഫുൾ ഹാർട്ടോടെ നിന്നാൽ പരാജയം വരികയില്ല. ഹൂറും ഹാറൂനും മോശയുടെ കൈ താഴ്ന്നു കണ്ടപ്പോൾ സപ്പോർട്ട് ചെയ്തു. ഇന്ന് സഭയ്ക്ക് ആവശ്യമുള്ള ഇതാണ്. എന്താ? ദൈവദാസനോട് ചേർന്ന് നിന്ന് ഒരു മനസ്സോടുകൂടി ഇടവും വലവും നിൽക്കുന്നവരെ ക്ഷീണിച്ചു പോകാ ദൈവദാസനോട് ചേർന്ന് നിന്ന് കൈകൾ ഉയർത്തിപ്പിടിച്ചാൽ ദൈവത്തിന് സ്തോത്രം, വൻ കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ ഓർപ്പിക്കേണ്ടത്, യോശുവ നിന്റെ ബലം കൊണ്ട് മാത്രമല്ല, പ്രാർത്ഥിക്കുന്നവരുടെയും കണ്ണുനീരൊഴുക്കുന്നവരുടെയും പ്രാർത്ഥനയുടെ ഫലം. അതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. യോശുവ കേൾപ്പിക്കുക, ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷമായി മായ്ച്ചു കളയും. കാരണം എല്ലാവരെയും കൊന്നു കളയാൻ കഴിഞ്ഞില്ല യോശുവയ്ക്ക്. അതുകൊണ്ട് രണ്ടാമത്തെ ദൂത്, യോശുവയെ നീ ഓർത്തുകൊള്ളുക, എല്ലാവരെയും കൊല്ലുവാൻ നിനക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഈ വരുന്ന നാളുകളിൽ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അമാലേക്കരെ മുഴുവനായി ഞാൻ ഉന്മൂലനാശം ചെയ്യാൻ പോവുകയാണ്. ഭാഗികമായ ജയം കണ്ട യോശുവ ജയിച്ചു വന്നെങ്കിലും ഇപ്പോഴും ശത്രുക്കൾ പലതും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം പല യുദ്ധങ്ങൾ യുദ്ധം ചെയ്തിട്ടുള്ളവരാ, പല ജയം കണ്ടിട്ടുള്ളവരാ. എന്നാൽ ഇനിയും ജയം കാണേണ്ടത് ആവശ്യമായിരിക്കും. അതുകൊണ്ട് ഭാവിക്ക് വേണ്ടി, കഴിഞ്ഞ കാലത്തിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പ്രാർത്ഥിക്കാനിടയായതുകൊണ്ട് ഇനി വരും കാലങ്ങളിൽ, ഇൻ ഫ്യൂച്ചർ നിനക്കിനി യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ ഞാൻ ആ ശത്രു സൈന്യത്തെ ഉന്മൂലനാശം ആക്കും എന്നുള്ള ഒരു ദൂതാണ് അവിടെ കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ചർച്ചിലെ ഒരു വിശ്വാസി, അനു എന്നാ പേര്, ആ സഹോദരി വിശ്വാസത്തിലേക്ക് വന്നെങ്കിലും ഭാര്യയും കുഞ്ഞുങ്ങളും വിശ്വാസത്തിൽ വന്നില്ല. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വളരെ ഭാരപ്പെട്ടു. ഭർത്താവിനോട് എന്തുമാത്രം ഞാൻ സുവിശേഷം അവർ പറഞ്ഞെന്നറിയാമോ ഭാര്യ, എന്തായാലും അദ്ദേഹം വരുന്നില്ല. ഈ മനുഷ്യർ ഒരു മൈക്ക് ഓപ്പറേറ്ററാണ്. ഞങ്ങളുടെ ചർച്ചിൽ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് 27 വർഷം മുമ്പ് അദ്ദേഹം ചർച്ചിൽ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഞാൻ ഈ മനുഷ്യനെ കണ്ടുകൊണ്ട് പറഞ്ഞു, കർത്താവേ ഏതെങ്കിലും കാലത്ത് ഈ മനുഷ്യൻ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെപ്പോഴും വചനം കേൾക്കൊണ്ടിരിക്കുക, കർത്താവ് ഇദ്ദേഹത്തെ തുടർന്ന് ഞാൻ പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ 27 വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വിശ്വാസത്തിലേക്ക് വന്നു. ഭർത്താവ് വിശ്വാസത്തിലേക്ക് വരാത്തൊരു സാഹചര്യത്തിൽ ഭാര്യ ദീർഘക്ഷമയോടുകൂടെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ ആ ദിവസങ്ങളിലാണ് കൊറോണ വന്നത്. കൊറോണ വന്നപ്പോഴേ ഞങ്ങളുടെ ദേശത്ത് ആർക്കൊക്കെ വന്നിട്ടുണ്ടോ അവരെല്ലാം മരിച്ചുപോയി ആദ്യ കാലഘട്ടത്തിൽ. അപ്പോൾ ഇദ്ദേഹത്തിന് ആദ്യ കാലഘട്ടത്തിൽ തന്നെ കൊറോണ വന്നു. അദ്ദേഹം യേശുവിനെ സ്വീകരിച്ചില്ല. ഭാര്യയെ ഒരു പുതിയ നിയമം കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇനിയെങ്കിലും ഇതൊന്ന് വായിക്കാമോ, കാരണം എല്ലാവരും പോവുക. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. അവർ സെക്യൂരിറ്റി ആയിട്ടുള്ള ആളുകൾ വന്ന് അദ്ദേഹത്തെ ഒരു വാനിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ്. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് എല്ലാവരും മരിച്ചുപോയി, അവരുത്തരും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഏതായാലും എൻ്റെ ഭാര്യ ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞെങ്കിലും ഈ വേദപുസ്തകം കൊണ്ടുവന്ന് പറഞ്ഞു. വേദപുസ്തകം കൊണ്ടുപോയി അദ്ദേഹം വായിക്കാൻ തുടങ്ങി. ഒരു കാര്യം സംഭവിച്ചു, ഈ വേദപുസ്തകം വായിക്കും തോറും തനിക്ക് സൗഖ്യം കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ സൗഖ്യം കണ്ടപ്പോൾ താൻ കൂടെ ഇരുന്ന ആളുകളൊക്കെ വിളിച്ചു, എനിക്ക് ബെറ്റർ ആയിക്കൊണ്ട് നിങ്ങളും കേൾക്കെന്ന് പറഞ്ഞ് അദ്ദേഹം വായിച്ച് കേൾപ്പിച്ചു. അങ്ങനെ വായിച്ചവനും വായിച്ച് കേട്ടവരും എല്ലാം രക്ഷപ്പെട്ടു, മറ്റെല്ലാവരും മരിച്ചുപോയി. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയാണ് ഇന്ന് എൻ്റെ കയ്യിൽ വചനം ലഭിക്കാനും വായിക്കാനും വേണ്ടിയായി തീർന്നത്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. ഇന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ഏരിയയിൽ ഏറ്റവും ബെസ്റ്റ് മൈക്ക് ഓപ്പറേറ്ററാണ്. ഇപ്പം ഞങ്ങളുടെ ചർച്ചിലെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർ അനേക ചർച്ചകൾ വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥിക്കാനൊരു കാലഘട്ടമുണ്ട്. പ്രാർത്ഥിച്ചു കൊള്ളണം. സമയം വരുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് 2 കാര്യം ഓർപ്പിച്ചു. ഒന്ന്, നീ ജയിച്ചത്
പിൻപിൽ നിന്ന് പ്രാർത്ഥനയുടെ ഫലമാണ്. 2, ഇനി വരാൻ പോകുന്ന സമയത്ത് നിനക്ക് യുദ്ധമുണ്ട്, അതിൽ ഞാൻ നിന്നെ സഹായിക്കും, യുദ്ധത്തിൽ ആ ശത്രുവിനെ പരാജയപ്പെടുത്തും. 16-ാം വാക്യത്തിൽ യഹോവയുടെ സിംഹാസനത്തിലാണ്, യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയായി യുദ്ധം ഉണ്ടെന്ന് അവൻ പറഞ്ഞു. തലമുറയായി യുദ്ധം ഉണ്ട് എന്ന് പറഞ്ഞു. ആരോടാ യുദ്ധമുള്ളത്? യോശുവ നിനക്കല്ല, മോശെ നിനക്കല്ല. നീ പ്രാർത്ഥിച്ച് ഏൽപ്പിച്ച വിഷയത്തിൻ്റെ മേൽ ഇനി നിന്റെ വിഷയമല്ല, യഹോവയ്ക്കാണ് ഈ യുദ്ധമുള്ളത്. ദൈവത്തിന് സ്തോത്രം. യഹോശഫാത്ത് പ്രാർത്ഥിച്ചപ്പോഴും അങ്ങനെ പറഞ്ഞേ. ദൈവത്തിൻ്റെ ആത്മാവ് ഹസായേലിൻ്റെ മേൽ വന്നിട്ട് പറഞ്ഞു, യഹോശഫാത്തെ ഭാരപ്പെടേണ്ട, ജനമേ ഭാരപ്പെടേണ്ട, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നാം പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മേൽ അത് മോശയുടെ വിഷയമായിരുന്നു, അത് യോശുവയുടെ വിഷയമായിരുന്നു. 16-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയ്ക്ക് യുദ്ധമുണ്ട്, നിന്റെ യുദ്ധം യഹോവ ഏറ്റെടുക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ സമയം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ ഓർത്ത് പ്രാർത്ഥിച്ച അനേകർക്കായി സ്തോത്രം ചെയ്യാം. വരും കാലങ്ങളിൽ പ്രവർത്തിക്കാൻ പോകുന്ന ദൈവത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാം. യുദ്ധം യഹോവയ്ക്കുള്ളത്. പ്രാർത്ഥനയിൽ മുന്നിട്ടാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Team on the stage, please. Thank you, Pastor. Praise the Lord. Hallelujah. Can we all stand as we enter? Gracious Heavenly Father, thank you